ഹലോ, ഈ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ എൻ്റെ പുതിയ കടയുടെ സെറ്റിങ്സൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അച്ഛൻ ബ്ലസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അച്ഛൻ വന്നിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും ഇന്നാണ് അച്ഛന് സൗകര്യപ്പെടുന്നത്. അതുകൊണ്ട് രാവിലത്തെ മാസ് കഴിഞ്ഞ് കയ്യോടെ ഞങ്ങളുടെ കൂടെ തന്നെ പോന്നു. അപ്പോൾ അച്ഛൻ നല്ല തിരക്കുള്ള സമയമാണിപ്പം. കാരണം പള്ളിയിലെ പെരുന്നാളൊക്കെ ആയിട്ട്. എന്നാലും വിളിച്ചുടനെ തന്നെ വരികയും ചെയ്തു. അപ്പോൾ അച്ഛന് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സന്തോഷമായിരുന്നു അച്ഛന്. കട ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അച്ഛൻ എൻ്റെ ബ്രദറും കൂടിയാണ് കേട്ടോ. എൻ്റെ കസിൻ ബ്രദറാണ്. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ആർക്കായാലും അച്ഛനാണ് വന്ന് ചെയ്തു തരുന്നത്. അങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇന്നിന് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇന്ന് ഈ ബ്ലെസ്സിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ പോയി. പിന്നെ ഞാൻ എൻ്റെ കുറച്ച് ജോലികളൂടെ തീർക്കാൻ വിചാരിച്ചു. അപ്പം നാളെ ഇനോഗ്രേഷനാണല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് നിന്നെല്ലാം ഒരുക്കിയൊക്കെ വയ്ക്കാൻ വിചാരിച്ചു. അപ്പം പൊടിയൊക്കെ തൂത്ത് തുടച്ച് അല്ലെങ്കിൽ നാളത്തേക്കുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കണമല്ലോ. ഇപ്പോൾ റോഡ് സൈഡായതുകൊണ്ട് എപ്പോഴും അങ്ങ് പൊടിയാണ് ഇവിടെ. അതുകൊണ്ട് ഒന്ന് തൂത്ത് തുടച്ചൊക്കെ ഇട്ടേക്കാം. പിന്നെ കട്ട് ചെയ്യാനുള്ള തുണിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ വന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയെല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നാളെ ഇനോഗ്രേഷനാണ് വരുന്നത്. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ രാവിലെ അതിനായിട്ട് റെഡിയാവാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ചുരിദാറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ക്രീം കളർ. ഒരു ഇത് തുണിയെടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ കടയിലേക്ക് പുറപ്പെട്ടു. കടയിൽ 10 മണിക്കാണ് വെച്ചിരുന്നതെങ്കിലും കുറച്ചുകൂടി നേരത്തെ അങ്ങ് റിബൺ കട്ട് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ സമയം ഒരുപാട് വേസ്റ്റായി പോകുന്നുണ്ട്. പിന്നെ നല്ല വെയിലുമാണല്ലോ, നല്ല ചൂടുമാണ്. അതൊക്കെ കൊണ്ടും ഒരുപാട് താമസിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നേരത്തെ ചെയ്തു. അപ്പോൾ ഇവിടെ കുറഞ്ഞ ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കടയുടെ തൊട്ടടുത്തായിട്ട് ഒരു വീട്ടിൽ കല്യാണമുണ്ട്. അപ്പം എല്ലാവരും ആ കല്യാണത്തിൽ പോകുന്നവരായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ ഉച്ച കഴിഞ്ഞ് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും വന്നു കേട്ടോ. ഞങ്ങൾ ക്ഷണിച്ച എല്ലാവരും വന്ന് കട അന്വേഷിച്ചിട്ട് ഓരോന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ചടങ്ങൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം കട തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് ചുരിദാറാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടം വരെയുള്ള കാര്യങ്ങളൊക്കെ ദൈവം സഹായിച്ച് നല്ല രീതിയിൽ മംഗളമായിട്ട് തന്നെ പോയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ എപ്പോഴും വേണം. അതുപോലെ തന്നെ ദൈവാനുഗ്രഹത്തിനൊപ്പം എൻ്റെ ഫാമിലി എനിക്ക് ഫുൾ സപ്പോർട്ടാണ് കേട്ടോ. എൻ്റെ മക്കളൊക്കെ ദൂര സ്ഥലത്താണെങ്കിലും എൻ്റെ എല്ലാ കാര്യത്തിനും ചെറിയ ചെറിയ സന്തോഷങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തുമായാലും അവരെനിക്ക് ഫുൾ സപ്പോർട്ടാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഒപ്പം ഒരു ബാക്ക് ബോണായിട്ട് ഒരാളുണ്ടെങ്കിൽ നമ്മൾ എന്തൊരു കാര്യത്തിൽ നമ്മൾ വിജയിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയുണ്ട് കേട്ടോ എനിക്ക്. വേറെ ആരുമല്ല, എൻ്റെ ഹസ്ബൻഡാണ്. എപ്പോഴും എന്നെ ഒപ്പത്തിനൊപ്പം നിർത്തിക്കോളും. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒട്ടും സാധിക്കുന്നൊരു കാര്യമല്ല കേട്ടോ.